മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്ന് മുരാരി ബാബു ഗൂഢാലോചന നടത്തി. വിജയ് മല്യ സ്വർണം പൂശിയെന്ന് മുരാരിക്കറിയാമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഹീസ് റഷീദ് ഉണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ റഹീസ് റഷീദ് പങ്കുവയ്ക്കും. TV പ്രസാദ് ഉണ്ട്. ഇനി ഈ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, ഉന്നതന്മാരിലേക്ക് എപ്പോഴെത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന, അതിലെ മുഖ്യ കണ്ണിയാണ് മുരാരി എന്നാണോ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്? റഹീഷ്. അരുൺ, റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഭാഗം നേരത്തെ അരുൺ പറഞ്ഞ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അന്ന് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കിയത്. റെക്കോർഡിൽ ആദ്യം ചെമ്പുപാളി എന്ന് എഴുതിയത് മുരാരി ബാബു ആണ്. അതനുസരിച്ച് പിന്നീട് മുന്നോട്ട് പോയ എല്ലാ ഫയലുകളിലും സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ ആയി മാറുകയായിരുന്നു. വിജയ് മല്യ 98-ൽ സ്വർണം പൂശി എന്നത് കൃത്യമായി മുരാരി ബാബുവിന് അറിയാമായിരുന്നു. ആ സമയത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ജീവനക്കാരനായിരുന്നു മുരാരി. അങ്ങനെ അറിവുണ്ടായിട്ടും സ്വർണത്തെ ചെമ്പാക്കിയതാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഴുവൻ കാരണം. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടി കൂടിയാണ് മുരാരി ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ന് കോടതി നടപടികൾക്ക് ശേഷം ഏതാണ്ട് 6 മണിക്ക് ശേഷം ആണ് റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മുരാരി ബാബുവിനെ ഹാജരാക്കിയത്. പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദിച്ചതുപോലെ കസ്റ്റഡി അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിലേക്ക് വാങ്ങും എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം മുരാരി ബാബു ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം ദേവസ്വം ബോർഡിലെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ദേവസ്വം ബോർഡിലെ ദേവന്റെ വക സ്വർണം കട്ടതിന് ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതിന് തീരാ കളങ്കമാണ്. പക്ഷെ അറിയേണ്ടത്, ഈ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്ക് മുകളിൽ നിന്നുള്ള ബന്ധമില്ലാതെ ഇത്രയും വലിയ കുറ്റകൃത്യവും ഗൂഢാലോചനയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളൊരു വലിയ ഗജ ഫ്രോഡുമായി നടത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് TV പ്രസാദ്. ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി, അരുൺ. കാരണം അത്ര ആത്മവിശ്വാസമാണ് മുരാരി ബാബുവിന് എന്നുള്ളതാണ്. മുരാരി ബാബുവിനെതിരെ ഈ ആരോപണം ആദ്യത്തേതല്ല. നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം, അന്വേഷണം നടക്കുമ്പോഴെല്ലാം വലിയ ആത്മവിശ്വാസത്തോടുകൂടി അതേ പദവിയിൽ കൂടുതൽ പവറോടുകൂടി തുടരാൻ മുരാരി ബാബുവിന് കഴിഞ്ഞിരുന്നത് മുരാരി ബാബുവിൻ്റെ സാമുദായിക ബന്ധം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാളും എത്രയോ വലിയ ചതിയാണ് അയ്യപ്പനോടും അയ്യപ്പ വിശ്വാസികളോടും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായ മുരാരി ബാബു ചെയ്തത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 998-ലും 99-ലുമായി വിജയ് മല്യ അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. അങ്ങനെ ചെമ്പ് എന്നത് മനഃപൂർവ്വമായാണ് എഴുതിയത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അരുൺ. പോറ്റി ചെയ്തതിനേക്കാളും ഗുരുതരമായ കുറ്റകൃത്യം മുരാരി ബാബു ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതിരിക്കാനുള്ള കാരണവുമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്. അതായത് കുറച്ചുകൂടി കാര്യങ്ങൾ മുരാരി ബാബുവിനെതിരായിട്ടുള്ള തെളിവുകളായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടാനുണ്ട്. ഇനി എന്തായാലും അത് കിട്ടിയതിന് ശേഷം പോറ്റിയുമായി ഒന്നിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഈ കേസിന്റെ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഭരണസമിതി അംഗങ്ങളിലേക്ക്, പ്രസിഡന്റിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി ഇന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയാൻ വേണ്ടി പോകുന്ന മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് തന്നെയാണ്. ഏറെ നിർണായകമാണ് ഇന്നത്തെ അറസ്റ്റ് എന്നതാണ് അരുൺ. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട അറസ്റ്റുകൾ സംഭവിച്ചിരിക്കുന്നു.
ഒന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. 30-35 വർഷത്തെ സർവീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. ഇപ്പോൾ ഹരിപ്പാടാണ് ഡെപ്യൂട്ടി കമ്മീഷണറായി, ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി മുരാരി ബാബു ജോലി ചെയ്യുന്നത്. ഒരു ദേവസ്വം ഗാർഡായി തുടങ്ങി ഇപ്പോൾ ദേവസ്വത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി മാറിയ മുരാരി ബാബുവാണ് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി സബ് ജയിലിൽ കഴിയുന്നത്. ഇനി ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ പിടിക്കപ്പെട്ട് ജയിലിലായി കഴിയുമ്പോൾ എന്താണ് 2019 ബോർഡിന് പറയാനുള്ളത്? 2024 ഇതേ മുരാരി ബാബു കൊടുത്ത ശുപാർശയിലല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്പോൺസർ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു അവസരം ഒരുക്കി കൊടുത്തത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. കുരുക്ക് മുകളിലേക്കാണോ എന്നാണ് ചോദ്യം.